യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടും കിട്ടാതെ വന്നപ്പോൾ നമ്മൾ കുറേയൊക്കെ വേദനിച്ചിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് നാം തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്നത് കിട്ടാതെ പോയത് നന്നായി, വേറെ ചില അവസരങ്ങൾ എനിക്ക് ഒരുക്കി തന്നു ദൈവമെന്ന്. ഇനി ചില ബുദ്ധിമുട്ടേറിയ കയ്പേറിയ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ, ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അന്ന് ഒത്തിരി വേദനിച്ച് തകർന്ന് കരഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, അന്ന് അങ്ങനെ സംഭവിച്ചത് നമ്മുടെ നന്മയ്ക്കായി മാറി, അത് നമ്മളെ ഒത്തിരി വളർത്തി ഒത്തിരി അനുഭവങ്ങൾ തന്നു എന്ന്. പിതാവായ ദൈവം മക്കളായ നമുക്ക് എപ്പോഴും നല്ലത് മാത്രം തരാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നന്മ മാത്രമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ ദുശാഠ്യം പിടിച്ച് ചില കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് ബഹളമൊക്കെ വയ്ക്കും, പക്ഷെ അവിടുന്ന് തരില്ല. കാരണം അത് നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്നതാണ്. അപ്പം നല്ലത് തരാൻ കഴിവുള്ള പിതാവിൻ്റെ പക്കലാണ് നമ്മൾ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ഇന്നത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ഭൗതിക കാര്യങ്ങളെക്കാൾ ഉപരി ആത്മീയ കാര്യങ്ങൾക്കായി, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി കൂടുതലായി നാം പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.